നമസ്കാരം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇറാനെ ഒന്ന് അടിക്കാതെ തിരിച്ചു പോകാൻ കഴിയില്ല. വലിയ നാണക്കേടാണ്. ഇറാൻ ആണെങ്കിൽ അങ്ങനെ ഒരു അടി വന്നാൽ എങ്ങനെയൊക്കെ തിരിച്ചടിക്കും എന്നതിനെ കുറിച്ച് ഇറാന് കൃത്യമായ ഒരു ധാരണയുണ്ട്. എങ്ങനെയൊക്കെ അടിക്കണം എന്നതിനെ കുറിച്ചുള്ള കൃത്യമായ പ്ലാനുണ്ട്. ആ പ്ലാനൊക്കെ ഇറാൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. വല്ലാതെ വാചകമടിക്കാനൊന്നും നിന്നിട്ടില്ല. അതായത് ഗൾഫ് മേഖലയിൽ മൊത്തത്തിൽ ഇറാന്റെ അടി ബാധിക്കും, ഇസ്രായേലിനെ മൊത്തത്തിൽ മേലോട്ടെടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് ഇറാൻ പറയുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇറാന്റെ സഖ്യകക്ഷിയായിട്ടുള്ള റഷ്യ പറയുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതൊരു മേഖലാ വാറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കൊന്നും ചിലപ്പോൾ പോയെന്ന് വരില്ല. പക്ഷേ ഗൾഫ് മേഖലയെ മൊത്തത്തിൽ ഈ യുദ്ധം ബാധിക്കും, ഇസ്രായേലിനെ ബാധിക്കും. അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ റഷ്യ കൊടുക്കും. ഇവിടെ വ്ളാഡിമിർ പുടിൻ പറഞ്ഞത് ഞങ്ങളുടെ ഏറ്റവും നല്ല അയൽപ്പക്കമാണ് ഇറാൻ, ഇറാനെ ഞങ്ങൾ സഹായിക്കും, ഇറാനെ സംരക്ഷിക്കുമെന്നാണ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. ചൈനയാകട്ടെ ഇവിടെ പ്രത്യക്ഷമായി തന്നെ ഇറാനെ സഹായിക്കാൻ രംഗത്തെത്തി. എല്ലാവിധ ഇന്റലിജൻസ് സഹായങ്ങളും ചൈന ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ യുദ്ധമാസന്നമായ ഘട്ടത്തിൽ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സഹായമല്ല, അത്ര വലിയ സഹായമാണ് ചൈന ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കൂട്ടിന് ഉത്തര കൊറിയയും അതുപോലെ തന്നെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഒക്കെ ഇറങ്ങിയാൽ പിന്നെ പറയുകയും വേണ്ട. മേഖലാ വാർ എന്ന് പറയുന്ന സംഭവം അത് പിന്നെ സംഭവിക്കാൻ അധികം ഒന്നും മുന്നോട്ട് പോകേണ്ടതില്ല. എന്തായാലും ഇവിടെ ഇത്തരമൊരു സാഹചര്യത്തിൽ ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഈ ടി.ജി. മോഹൻദാസിനെ പോലുള്ള ആളുകൾ കയ്യൊക്കെ വിറച്ച് വന്നിരുന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മളൊക്കെ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ അയാളെ വ്യക്തിപരമായി കളിയാക്കുകയൊന്നുമല്ല. അയാൾ ഈ വയസ്സാം കാലത്തും അയാൾ പറയുന്നത് ട്രംപ് വല്ലതും നടക്കുമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഒന്നങ്ങ് യുദ്ധം ചെയ്യേ, ഒരുപാട് നാളായല്ലോ പറയാൻ തുടങ്ങിയിട്ട്, ഒരുപാട് നാളായി കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് ഈ ടി.ജി. മോഹൻദാസ് പറയുന്നത്. എന്തായാലും മോഹൻദാസിന് അങ്ങനെ പലതും പറയാം. ട്രംപിനല്ലേ ട്രംപിന്റെ അവസ്ഥ അറിയൂ. സ്റ്റീവ് വിറ്റ്കോഫ് ഒക്കെ പറഞ്ഞു ഞങ്ങളൊരു കരാറുണ്ടാകും, ധാരണയുണ്ടാകും എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും സംഭവിക്കുന്നില്ല. ഇറാൻ കടുംപിടുത്തത്തിൽ തന്നെയാണ്, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും എങ്ങോട്ടാണ് പോക്ക് എന്ന് മനസ്സിലാകുന്നില്ല എന്നൊക്കെയാണ് സ്റ്റീവ് വിറ്റ്കോഫ് പറയുന്നത്. ട്രംപിന്റെ അവസ്ഥയെക്കുറിച്ചും സ്റ്റീവ് വിറ്റ്കോഫ് വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുമ്പോൾ ചില ആളുകൾക്കൊന്നും അത് വിശ്വാസമാകുന്നില്ല. ചില ആളുകളൊക്കെ പേഴ്സണലായി വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്നു. എന്ത് കണ്ടിട്ടാണ് ഇറാൻ തിരിച്ചടിക്കുമെന്ന് പറയുന്നത്? 1970 കാലഘട്ടത്തിലുള്ള കുറച്ച് പഴഞ്ചൻ വിമാനങ്ങൾ വെച്ചാണോ ഇറാൻ തിരിച്ചടിക്കാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്ന ചില ആളുകളുണ്ട്. അത്തരക്കാരോട് ചില കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളൊന്നും പരിശോധിക്കാൻ തയ്യാറാകാത്ത, താല്പര്യമില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇവിടെ ഇറാൻ എന്ന് പറഞ്ഞാൽ നല്ല ഒന്നാം തരം സൈനിക ശേഷിയുള്ള ശക്തമായ ഒരു രാജ്യമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ ഒരു സംവിധാനമാണ് ഇറാൻ. ഇറാനെ അത്ര പെട്ടെന്നൊന്നും കീഴ്പ്പെടുത്താൻ കഴിയില്ല. ഇവിടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ട്രംപും ഇസ്രായേലും മറ്റ് 10 രാജ്യങ്ങളും ഒക്കെ ഒരുമിച്ച് പരിശ്രമിച്ചതാണ്, നടന്നിട്ടില്ല. 9,60,000 എന്ന് പറയുന്ന ഒരു സൈന്യം, അത്രമാത്രം സൈന്യത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. 6,10,000 ആളുകൾ സജീവമായി പ്രവർത്തിക്കുന്നു. 3.5 ലക്ഷത്തോളം ആളുകൾ അവരുടെ റിസർവ് സേനയിലുണ്ട്. പോലീസും മറ്റ് കമാൻഡോ വിഭാഗങ്ങളും ഒക്കെ വേറെയാണ്. അതൊന്നും കൂട്ടാതെയാണ് ഈ 9,60,000 എന്ന് പറയുന്ന ഒരു സൈന്യം. അത്ര വലിയ ഒരു ശക്തമായിട്ടുള്ള രാജ്യമാണ് ഇവിടെ ഇറാൻ. അതുപോലെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ 21 ലക്ഷത്തോളം വരുന്ന സൈന്യം അവർക്കുണ്ട്. അതിൽ തന്നെ 7 ലക്ഷത്തിന് മുകളിൽ റിസർവ് സൈന്യമാണ്. അവരുടെ എയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് നേവിയും ഒക്കെ ഉൾപ്പെടെയാണ് ഈ പറയുന്ന 21 ലക്ഷം. അതുപോലെ തന്നെ അവർക്ക് എയർക്രാഫ്റ്റുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അക്കാര്യത്തിലൊന്നും തർക്കമില്ല. അതേസമയം ഇത്തരത്തിലുള്ള എയർക്രാഫ്റ്റുകളെയും അതുപോലെ തന്നെ മറ്റ് പടക്കപ്പുകളെയും ഒക്കെ മറികടക്കാൻ ശേഷിയുള്ള മിസൈൽ ശേഖരം ഇറാന്റെ പക്കലുണ്ട്. 3000-ലധികം വരുന്ന വിവിധ തരത്തിലുള്ള വ്യത്യസ്ത ശേഷിയുള്ള ഷോർട്ട് റേഞ്ച്, ലോങ് റേഞ്ച്, അതുപോലെ തന്നെ ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെട്ട 3000-ലധികം വരുന്ന മിസൈൽ ശേഖരം ഇറാന്റെ പക്കലുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇത് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നതാണ്. പക്ഷേ ഇവിടെ അതിനേക്കാളൊക്കെ എത്രയോ ഉപരിയാണ് ഇറാന്റെ ശേഷി മിസൈലിന്റെ കാര്യത്തിൽ എന്ന കാര്യം ഇവിടെ പലപ്പോഴും അത്തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നതാണ്. അതായത് ഉപരോധങ്ങളെ മറികടന്ന് തദ്ദേശീയമായി അവർ വികസിപ്പിച്ചെടുത്ത, അവരുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവർ വികസിപ്പിച്ചെടുത്തിട്ടുള്ള മിസൈലുകളാണ്. ഈ മിസൈലുകൾ എപ്പോൾ വേണമെങ്കിലും അതിന്റെ എണ്ണം കൂട്ടാനുള്ള ശേഷി അവർക്കുണ്ട്. ഉപരോധങ്ങളൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. അത്തരത്തിലുള്ള മിസൈലുകളുണ്ട്, 10,000-കണക്കിന് ഡ്രോണുകളുണ്ട്, അതുപോലെ തന്നെ 1000-ലധികം വരുന്ന സ്പീഡ് ബോട്ടുകളുണ്ട്. അതായത് ലോകത്തെ ഏറ്റവും കൂടുതൽ വേഗതയുള്ള സ്പീഡ് ബോട്ടുകൾ ഇറാന്റെ പക്കലാണ് എന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് യുദ്ധക്കപ്പലുകളുണ്ട്. പക്ഷേ ഈ യുദ്ധക്കപ്പലുകളെ ഒക്കെ നേരിടാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പീഡ് ബോട്ടുകൾ മതിയെന്നാണ്. ഈ കഴിഞ്ഞ ദിവസം ഇറാന്റെ നാവികാഭ്യാസം ഹോർമുസ് കടലിടുക്കിൽ നടക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഒരു എണ്ണക്കപ്പൽ അതുവഴി പാസ് ചെയ്തു. ഈ എണ്ണക്കപ്പലിനെ പിടികൂടുന്നതിന് വേണ്ടി ഇറാൻ സ്പീഡ് ബോട്ടുകൾ എടുത്തിറങ്ങി
ഈ എണ്ണക്കപ്പലിനെ പിടികൂടുന്നതിന് വേണ്ടി എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു. അമേരിക്ക പിടികൊടുക്കാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പിന്നീട് പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് ഇറാന്റെ പക്കൽ അമേരിക്കയെ മറികടക്കാൻ കഴിയാവുന്ന മിസൈൽ സംവിധാനങ്ങൾ, ചാവേർ ഡ്രോണുകൾ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മിസൈൽ സംവിധാനത്തിൽ ലോങ് റേഞ്ച് ഉണ്ട്, ഷോർട്ട് റേഞ്ച് ഉണ്ട്. 3000 ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് എങ്കിൽ അതിനേക്കാളൊക്കെ എത്രയോ ഉപരി മിസൈലുകൾ അവരുടെ പക്കലുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ അമേരിക്കയെ എല്ലാ നിലക്കും കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. യുദ്ധം എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ ശേഷിയുള്ള ഒരു രാജ്യമാണ്. സൈന്യത്തിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു 9,60,000 എന്ന കണക്ക് ഞാൻ പറഞ്ഞു. ഇവിടെ റഷ്യയും ചൈനയും ഒക്കെ ഇറാനെ സഹായിക്കാൻ രംഗത്തുണ്ട്. യുദ്ധവിമാനങ്ങൾ 1970 കാലഘട്ടത്തിലുള്ള യുദ്ധവിമാനങ്ങളാണ് ഇറാന്റെ പക്കൽ നിലവിലുള്ളത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇവിടെ റഷ്യ Su-57 എന്ന് പറയുന്ന അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇറാന് കൊടുക്കാൻ തീരുമാനമായി. അതുമായി ബന്ധപ്പെട്ടുള്ള കരാറിൽ ഒപ്പുവെച്ചു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ചൈനയുമായി ബന്ധപ്പെട്ടുള്ള കരാർ, ചൈനയുടെ ഏറ്റവും പുതിയ യുദ്ധവിമാനം ഇറാന് കൊടുക്കാൻ ചൈനയും തീരുമാനിച്ചു എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് പുറത്തു വന്നത്. ഈ രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ ഇറാനോടൊപ്പമുണ്ട്. അമേരിക്കയെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ചില സംസാരങ്ങളാണ്, ചില പ്രതികരണങ്ങളാണ് ഈ ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ ലബനോനിലും അതുപോലെ തന്നെ ഇറാഖിലും യമനിലും ഒക്കെ ഇവിടെ ഇറാന് പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്. ഈ മേഖലയിൽ നിന്നൊക്കെ ഇറാന് വലിയ പിന്തുണയുണ്ട്. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ജീവൻ പണയം വെച്ച് പോലും അമേരിക്കയെയും ഇസ്രായേലിനെയും നേരിടാൻ, അവരുമായി യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു വിഭാഗമാണ്. ഈ വിഭാഗം ഒരു വിഷയം വന്നാൽ ഇറാനോടൊപ്പം നിൽക്കുമെന്നുള്ള പ്രതികരണം ഈ കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെ പിന്തുണ, ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് ഇപ്പോഴും ഇറാൻ സഹായം കൊടുക്കുന്നുണ്ട്. അമേരിക്ക ഇറാൻ പ്രശ്നം തന്നെ, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രശ്നം തന്നെ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ ഇറാൻ സഹായിക്കുന്നു എന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ്. എന്തായാലും ഈ പ്രോക്സികളെ കൈവിട്ടൊരു കളിക്കും ഇറാൻ ഒരു കാലത്തും തയ്യാറായിട്ടില്ല. അവരോടൊപ്പം നിലയുറപ്പിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു കാഴ്ച നമ്മളൊക്കെ കാണുന്നതാണ്. എന്തായാലും ഇവരുടെ പിന്തുണയും ഇവിടെ ഇറാനോടൊപ്പം ഉണ്ടാകും. ഈ പ്രോക്സികളും അതുപോലെ തന്നെ റഷ്യയും ചൈനയും ഇറാന്റെ ഈ സൈനിക ശേഷിയും ഒക്കെ കൂടിച്ചേർന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായിരിക്കും. എന്തായാലും യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഗൾഫ് മേഖലയിൽ വലിയ നാശനഷ്ടങ്ങൾ വരുത്താൻ ഇറാന് കഴിയും. അതുപോലെ തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്തെ വെണ്ണീറാക്കാൻ, ചാരമാക്കാൻ ഇറാന് കഴിയും. അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതൊന്നും മനസ്സിലാക്കാതെ ചില ആളുകൾ വെറുതെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്ന് അവിടെ പ്രതികരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില വീഡിയോകളൊക്കെ വെച്ച് കാച്ചുന്നുണ്ട്. എന്തായാലും അത്ര പെട്ടെന്നൊന്നും അമേരിക്ക ഇറാനെ തൊടാൻ അവർക്ക് ധൈര്യമില്ല. ഇനി ധൈര്യപ്പെട്ടാൽ, അവർ തൊട്ടാൽ അതിന് കിട്ടുന്ന തിരിച്ചടി ചെറുതായിരിക്കില്ല. ഇറാൻ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ശക്തിയാണ്, എണ്ണം പറഞ്ഞ ശക്തിയാണ്. അവരുടെ പക്കലും ചിലതൊക്കെയുണ്ട് എന്ന കാര്യം ഇവിടെ ഇത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കണം. ഇറാനെ ഒരു ചെറിയ ഒന്നുമല്ലാത്ത രീതിയിൽ പറയുന്ന അല്ലെങ്കിൽ അങ്ങനെ പ്രതികരിക്കുന്ന ആളുകളൊക്കെ ഇറാൻ എന്താണ് എന്ന് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.